വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള ജന്തർ മന്ദിറിലെ പ്രതിഷേധത്തിന് എത്തുന്നവർക്ക് ഭക്ഷണവും വെള്ളവും നൽകുന്നവരുടെ വീടുകളിൽ പരിശോധന നടത്തുന്ന ഡൽഹി പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ. ബലാത്സംഗം ചെയ്യുന്നവരെയും മറ്റ് ക്രിമിനലുകളെയും വിട്ട് ചായ വിൽക്കുന്നവരെയും വെള്ളം വിൽക്കുന്നവരെയും പരിശോധിക്കുകയാണ് ഡൽഹി പോലീസ് ചെയ്യുന്നതെന്ന് അഭിജിത്ത് പറഞ്ഞു. ധൈര്യമുണ്ടെങ്കിൽ പോലീസ് ബലാത്സംഗികളുടെ വീടുകളിൽ പോയി പരിശോധന നടത്തണമെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയല്ല രാജ്യത്തിന്റെ പോലീസാണ് തങ്ങളെന്ന് ഡൽഹി പോലീസ് ചിന്തിക്കണമെന്നും അഭിജിത്ത് ദീപ്കെ പറഞ്ഞു. അനീകേത് പാട്ടിൽ എന്നൊരു യുവാവ് ഇവിടെ ചെറിയൊരു ചായക്കട നടത്തുന്നുണ്ട് ജന്തർ മന്ദറിൽ. അവന്റെ കടയിലേക്ക് ചായ കുടിക്കാൻ ക്ഷണിച്ചു. ഞാൻ അവിടെ നിന്ന് ചായ കുടിച്ചു മടങ്ങി. ഇന്ന് ഞാൻ കേൾക്കുന്നത് ഇന്നലെ രാത്രി ഡൽഹി പോലീസ് അവന്റെ വീട്ടിലും ഗോഡൌണിലും പോയി ചായ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു എന്നാണ്. എന്റെ ചോദ്യം ഇതാണ്, രാജ്യത്ത് ഒരു ചായവാല മാത്രം മതിയോ? ഇവിടെ ചായ വിൽക്കുന്നതും കുറ്റകൃത്യമായോ? വെള്ളം കൊണ്ടുവരുന്നവരുടെ വീട്ടിലും ഭക്ഷണം കൊണ്ടുവരുന്നവരുടെ വീട്ടിലും വരെ റെയ്ഡാണ്. ഇവിടെ ചായ കൊണ്ടുതരുന്നവർ പണം പോലും വാങ്ങുന്നില്ല. അവന്റെ ചായ കുടിക്കാൻ ഡൽഹി പോലീസ് അവന്റെ വീട്ടിൽ പോകേണ്ടതില്ല, ഇവിടെ വന്നാൽ മതി. ഇനി ഈ ചായ വിൽപ്പനക്കാരനും നാളെ പ്രധാനമന്ത്രിയായാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും, അഭിജിത്ത് ദീപ്കെ പറഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തലസ്ഥാനത്തെ പോലീസാണ് ഇത്തരം വില കുറഞ്ഞ പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ചായ വിൽപ്പനക്കാരന്റെ വീട്ടിൽ പോയി എന്തിനാണ് ചായ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്ന പോലീസ് ഈ ചോദ്യം വർഷങ്ങൾക്ക് മുൻപ് ആ ചായ വിൽപ്പനക്കാരനോട് ചോദിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കേണ്ടി വരില്ലായിരുന്നുവെന്നും അഭിജിത്ത് ദീപ്കി പരിഹസിച്ചു. ബലാത്സംഗികളെയും ക്രിമിനലുകളെയും വിട്ട് ചായ വിൽക്കുന്നവരെയും വെള്ളം വിൽക്കുന്നവരെയും പേടിപ്പിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ റേപ്പ് ചെയ്യുന്നവരുടെ വീടുകളിൽ പോകൂ. നിങ്ങളൊരു പാർട്ടിയുടെ പോലീസല്ല, രാജ്യത്തിന്റെ പോലീസാണ്. അല്പസമയം മുൻപ് SSC വിദ്യാർത്ഥികളെ വരെ പോലീസ് മർദ്ദിച്ചു. നിങ്ങൾ എങ്ങനെയാണ് വിദ്യാർത്ഥി വിരുദ്ധരാവുന്നത്? നിങ്ങളും എൻട്രൻസ് പരീക്ഷകൾ എഴുതി വന്നവരല്ലേ? അതോ BJP മെമ്പർഷിപ്പ് എടുത്ത് പോലീസ് ആയവരാണോ? അവകാശം ചോദിക്കുന്ന വിദ്യാർത്ഥികളാണ് അവർ. മുകളിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കും മുൻപ് നിങ്ങളൊന്ന് ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.